2021 മുൻപുള്ള പ്രിങ്കിൾസിൻ്റെ ലോഗോ ഈ കാണുന്നതാണ്. അതിനുശേഷം അവർ നവീകരിച്ചിട്ടുള്ള ലോഗോ ആണ് ഇത്. എന്തിനായിരിക്കും അവർ ലോഗോ നവീകരിച്ചത്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ സിജു രാജൻ. പ്രിങ്കിൾസ് ചെയ്തിട്ടുള്ള ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റീബ്രാൻഡിങ്. റീബ്രാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് എലമെൻറ്റ്സിൽ മാറ്റം കൊണ്ടുവരിക. ബ്രാൻഡ് എലമെൻറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോഗോ ആവാം, ഒരുപക്ഷെ പേരാവാം, ആ ബ്രാൻഡിൽ ഉപയോഗിക്കുന്ന നിറങ്ങളാവാം, വെബ്സൈറ്റ് ആവാം, ടൈപ്പോഗ്രഫി ആവാം. ഇത്തരത്തിൽ ബ്രാൻഡ് എലമെൻറ്റ്സിൽ മാറ്റം കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റീബ്രാൻഡിങ്. നിങ്ങളുടെ സ്ഥാപനത്തെയും റീബ്രാൻഡ് ചെയ്യേണ്ട സമയമായോ? ഇനി ഞാൻ പറയാൻ പോകുന്ന 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ബിസിനസ്സിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റീബ്രാൻഡിങ്ങിനെ കുറിച്ച് ചിന്തിച്ചോളൂ. ഒന്നാമത്തേത്, ഒരു സ്ഥാപനം അത് വലിയ രീതിയിൽ വളരാൻ തുടങ്ങുന്നു. ആ സമയത്ത് ഒരുപക്ഷെ തുടക്ക സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും, ലോഗോ ആവാം, പേരാവാം, കളേഴ്സ് ആവാം, വെബ്സൈറ്റ് ആവാം, ഇത് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്താം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ലെവലിൽ നമ്മൾ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് വളരെ ഒട്ടും ചിന്തിക്കാതെ പലപ്പോഴും ബ്രാൻഡിങ് പ്രോസസ്സ് എല്ലാം ചെയ്തെന്ന് വരാം. ഇത് ഈ ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ബിസിനസ് വളരുന്ന സമയത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ വരാം. ആ സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ റീബ്രാൻഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വരും. വളരെ പ്രൊഫഷണലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. വെബ്സൈറ്റ് ആയിക്കോട്ടെ, ലോഗോ ഡിസൈനിങ് ആയിക്കോട്ടെ, ഒരുപക്ഷെ ഈ പേരിൻ്റെ കാര്യത്തിലുള്ള ഡിസിഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം മാറ്റേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ ഈ ഫൗണ്ടേഷനിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തുടക്കത്തിൽ ഒരു ബിസിനസ്സിൻ്റെ ആരംഭത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരുപാട് കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഒരുപക്ഷെ ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ അധികം ശ്രദ്ധിക്കാതെ, ബിസിനസ് ഇത്രത്തോളം വളരുമെന്ന് നിങ്ങൾ വിശ്വസിക്കാതെ അല്ലെങ്കിൽ വിചാരിക്കാതെ ഈ പറയുന്ന എലമെൻറ്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ബിസിനസ് ഫോർച്യുനേറ്റ്ലി വലിയ രീതിയിൽ വളരാൻ തുടങ്ങി. ആ സമയത്ത് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ എലമെൻറ്റ്സ് ഉപയോഗിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് വരാം. സോ ഈ സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റീബ്രാൻഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. എങ്കിലേ മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ, കോമ്പറ്റീറ്റേഴ്സിന് മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. രണ്ടാമത്തേത്, നിങ്ങൾ പുതിയൊരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ തുടക്കത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമായിരുന്നു ഫോക്കസ് ചെയ്ത് ഈ ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ അടുത്ത ലെവൽ, ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ഓഡിയൻസിൻ്റെ പ്രിഫറൻസ് ആയിരിക്കത്തില്ല. ഇന്ത്യൻ ഓഡിയൻസ് ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കത്തില്ല ഇൻ്റർനാഷണൽ ഓഡിയൻസ് ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്നത്. അപ്പോൾ ആളെ അട്രാക്ട് ചെയ്യാനായിട്ട്, ഇൻ്റർനാഷണൽ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരു പക്ഷേ ഈ ബ്രാൻഡിങ്ങിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരാം. ഇൻ്റർനാഷണൽ ഓഡിയൻസിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ ഇതിൽ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരാം. സോ നിങ്ങൾ പുതിയൊരു മാർക്കറ്റ് തേടി പോകുന്ന സമയത്ത് അത് ഈ പറയുന്ന നാഷണൽ മാർക്കറ്റ്, ഇൻ്റർനാഷണൽ മാർക്കറ്റ് ആവാം, അല്ലെങ്കിൽ പുതിയൊരു കസ്റ്റമർ സെഗ്മെൻ്റ് ആവാം. ലേഡീസിൻ്റെ മാത്രം പ്രോഡക്റ്റ് ആയിരുന്നു നിങ്ങൾ ഇനിഷ്യലി ഇറക്കിയിട്ടുണ്ടായിരുന്നത്, ഇനി നിങ്ങൾ ജെൻസിൻ്റെ കൂടെ ഇറക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും സൈക്കോളജി എന്ന് പറയുന്നത്, കൺസ്യൂമർ സൈക്കോളജി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ജെൻസിനും കൂടെ ആപ്റ്റ് ആവുന്ന രീതിയിൽ അതിനെ നിങ്ങൾക്ക് മാറ്റേണ്ടതായിട്ട് വരാം. സോ ഈ സാഹചര്യത്തിലും നിങ്ങൾ ഡെഫിനറ്റ്ലി റീബ്രാൻഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കണം. ഒരു ലോഗോ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു പാക്കേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ബ്രാൻഡ് എന്നാൽ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ ഒരു വ്യക്തി കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ഇമോഷനാണ്. ഈ ഇമോഷനെ ബേസ് ചെയ്തിട്ടാവണം ലോഗോവും വെബ്സൈറ്റും പാക്കേജ് ഡിസൈനും കോണ്ടന്റും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിർമ്മിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ലോങ് റണ്ണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കും ഒരു ബ്രാൻഡ് നിർമ്മിക്കാം. 3, ഇമേജ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഉൽപ്പന്നത്തെക്കുറിച്ച് ആൾക്കാരുടെ മനസ്സിൽ ഒരു ഇമേജ് ഉണ്ടാവും. ഒരു പക്ഷേ അതൊരു പ്രീമിയം പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഇമേജ് ആവാം, ഒരു പക്ഷേ ലോക്കൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഇമേജ് ആവാം. ഈ ഇമേജിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നവീകരിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ കേട്ടില്ലേ, നവീകരിച്ച ഷോറൂം എന്നെല്ലാം. പലപ്പോഴും ജ്വല്ലറീസും ടെക്സ്റ്റൈൽസും എല്ലാം ചെയ്യുന്നൊരു കാര്യമാണല്ലോ. എക്സിസ്റ്റിംഗ് അവർക്കൊരു ബ്രാൻഡ് ഇമേജ് ഉണ്ടാവാം. കുറച്ചുകൂടെ ഒന്ന് വളർത്താനായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് അടുത്ത ലെവലിലേക്ക് കടക്കാനായിട്ട് അവർ ആ ലോഗോയിലോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ ആ ഒരു ഡിസൈനിലും ആ ഒരു ആംബിയൻസിലെല്ലാം മാറ്റം വരുത്താറുണ്ട്. ദാറ്റ് ഈസ് നവീകരണം. ഇത്തരത്തിൽ ഇമേജ് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ റീബ്രാൻഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. പലപ്പോഴും ബിസിനസ്സിൽ സെയിൽസ് വളരെയധികം കുറയുന്നു. ഇനി ഈ രീതിയിൽ കളിച്ചാൽ മതിയാവില്ല. നമ്മൾ കുറച്ചുകൂടെ ഉയർന്ന ഓഡിയൻസിനെ, കുറച്ചുകൂടെ പ്രീമിയം ഓഡിയൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കണം. ഇമേജ് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ പോരാ, അതിനേക്കാളും കുറച്ചുകൂടെ ഉയർന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതായിട്ട് വരും, പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. റൈറ്റ്? സോ അപ്ഗ്രേഡിങ് ഇമേജ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റീബ്രാൻഡിങ്ങിനെ കുറിച്ചിട്ട് ചിന്തിച്ച് തുടങ്ങുക.
4, നിങ്ങൾ മറ്റൊരു ഓർഗനൈസേഷനെ ഏറ്റെടുക്കുകയാണ്. മെർജർ ആയിക്കോട്ടെ, അക്വിസിഷൻ ആയിക്കോട്ടെ, 2 ഓർഗനൈസേഷൻ ചേർന്ന് പുതിയൊരു ഓർഗനൈസേഷൻ വരാൻ പോവുകയാണ്. ഇത്തരം സാഹചര്യത്തിലും ഡെഫിനറ്റ്ലി നിങ്ങൾ റീബ്രാൻഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വരും. കാരണം മറ്റൊരു ഓർഗനൈസേഷൻ നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ പല വാല്യൂസും നമ്മൾ മറ്റൊരു ഓർഗനൈസേഷൻ നമ്മൾ ഏറ്റെടുക്കുകയാണ്, മറ്റൊരു ഓർഗനൈസേഷൻ നമ്മൾ അക്വയർ ചെയ്യുകയാണ്. സോ ആ ഓർഗനൈസേഷൻ്റെ പല വാല്യൂസും കാണിക്കുന്ന രീതിയിൽ നമുക്കിതിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ട് വരാം. സോ മെർജർ അല്ലെങ്കിൽ അക്വിസിഷൻ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ റീബ്രാൻഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഓർഗനൈസേഷൻ്റെ ഏത് ഓർഗനൈസേഷനുമായിട്ടാണോ മെർജ് ചെയ്യുന്നത്, ഏത് ഓർഗനൈസേഷനെയാണോ നമ്മൾ അക്വയർ ചെയ്യുന്നത്, ആ ഒരു ബിസിനസ്സിൻ്റെ കോർ വാല്യൂ കാണിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ എലമെൻസും ബാക്കിയുള്ള ബ്രാൻഡിങ് എലമെൻസും ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഫൈനലി 5-ാമത്തേത് ലീഗൽ കോൺസിക്വൻസസ് ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ന് ആളുകൾ ഈ റീബ്രാൻഡിങ് കൺസിഡർ ചെയ്യാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്നതാണ്, ലീഗൽ പ്രശ്നങ്ങളാണ്, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പേരിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം, തുടക്കത്തിൽ ഒട്ടും റിസർച്ച് ചെയ്യാതെ എന്തോ ഒരു പേര് അവരുടെ മനസ്സിലേക്ക് വന്നു, ആ പേര് വെച്ചുകൊണ്ട് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ പേര് വെച്ച് അവർക്ക് ആ ബിസിനസ് റൺ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം ഓൾറെഡി ആ പേരിൽ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുള്ള മറ്റൊരു സ്ഥാപനമുണ്ട്, അവർക്കൊരിക്കലും ആ ഒരു പേര് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ലോഗോ ആയിക്കോട്ടെ, എവിടുന്നോ കോപ്പി അടിച്ച് ഏതെല്ലാമോ സൈറ്റിൽ നിന്നൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോഗോ ആയിരിക്കാം. ആ ലോഗോ വെച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോഗോൻ്റെ അതേപോലെയുള്ള റെപ്ലിക്കേഷൻ മാത്രമാണ്. ഈ സാഹചര്യത്തിലും എന്ത് ചെയ്യണം? ഡെഫിനറ്റ്ലി റീബ്രാൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ലീഗലായിട്ടുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും റീബ്രാൻഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റീബ്രാൻഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. റീബ്രാൻഡിങ് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ ചെയ്യുകയും വേണം. കാരണം ഒരു പ്രാവശ്യം റീബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കുറേ വർഷങ്ങൾ നമ്മളത് വെച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ റീബ്രാൻഡിങ് എന്ന് പറയുന്നത്, ഈവൻ ബ്രാൻഡിങ് എന്ന് പറയുന്നത് പോലും നിസ്സാരമായിട്ട് കരുതരുത്. റീബ്രാൻഡിങ് പ്രത്യേകിച്ച്, കാരണം ഒരുപാട് കോസ്റ്റ് ഇൻവോൾവ് ചെയ്യുന്നതാണ് റീബ്രാൻഡിങ് എന്ന് പറയുന്നത്. നിങ്ങൾ റീബ്രാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് എവിടെയെല്ലാം വിസിബിൾ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ എലമെൻറ്റ്സ് എവിടെയെല്ലാം വിസിബിൾ ആയിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് മാറ്റം വരുത്തേണ്ടതായിട്ട് വരാം. ആൻഡ് മാത്രമല്ല ഈ കസ്റ്റമേഴ്സിന് ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടതായിട്ട് വരാം. ഇൻഡയറക്ട്ലി മാർക്കറ്റിംഗിന് വലിയ രീതിയിൽ നമ്മൾ പൈസ ഇറക്കേണ്ടതായിട്ട് വരും. സോ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സ് കൂടിയാണ് ഈ ഒരു റീബ്രാൻഡിങ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. മറ്റൊരു വിഷയമായിട്ട് കാണാം. സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ. നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലുള്ള കമ്പനിയാണ് ഉചിതം? നിങ്ങൾ നിശ്ചയിച്ച പേരിന് ട്രേഡ് മാർക്ക് കിട്ടുമോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ തീർക്കുവാനും ഈ പറയുന്ന കമ്പനി രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള സേവനങ്ങൾക്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക 7012431293.